ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മളത് ചെയ്യാൻ പോകുന്നത് PHP എന്ന് പറയുന്ന ലാംഗ്വേജ് വെച്ചിട്ടാണ്. PHP ലാംഗ്വേജ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഓൺലൈൻ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കാനാണ്. PHP റൺ ആവുക നമ്മുടെ ബ്രൗസറിലാണ്. ഗൂഗിൾ ക്രോം, മൊസില്ല അങ്ങനെയുള്ള ബ്രൗസറിലാണ് PHP റൺ ആവുന്നത്. PHP സെക്യൂർഡാണ്. പലരും സെക്യൂർഡ് അല്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ PHP സെക്യൂർഡാണ്. നമ്മളുടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ, അതെല്ലാം ഡെവലപ്പ് ചെയ്തെങ്കിൽ PHP വെച്ചിട്ടാണ്. പിന്നെ PHP ഒരു സർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയും. അതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. എന്താണ് സർവർ സൈഡ് സ്ക്രിപ്റ്റ്, എന്താണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്, അതിൻ്റെ ഡിഫറൻസ് എല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളുണ്ടാക്കുന്ന കസ്റ്റം മെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. കസ്റ്റം മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. നമ്മൾ നോർമലി രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണുള്ളത്. ഒന്ന് ടൈലർ മെയ്ഡ് എന്ന് പറയും, രണ്ട് റെഡിമെയ്ഡ്. റെഡിമെയ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ടാലി ഇല്ലെങ്കിൽ MS ഓഫീസ്, അതെല്ലാം നമ്മൾ ഡയറക്റ്റ് വാങ്ങി നമ്മൾ യൂസ് ചെയ്യണം. അതിൽ നമുക്ക് കസ്റ്റമൈസേഷൻ നമുക്കതിൽ പറ്റില്ല. ഇനി നമ്മൾ ടൈലർ മെയ്ഡാണ്. ടൈലർ മെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ഡെവലപ്പ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ടൈലർ മെയ്ഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം, അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് ഇതിനു വേണ്ടി ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് PHP MySQL ആണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ Xampp എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ്സിലാണ് ഉള്ളത്. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് Xampp എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് യെസ് അടിക്കുകയാണ്. യെസ് അടിക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വരും. ഇൻസ്റ്റാളേഷൻ്റെ വിൻഡോ ഓപ്പൺ ആവും. നമ്മളിപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് PHP MySQL ആണ്. ഈ രണ്ട് സോഫ്റ്റ്വെയറാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ആ രണ്ടെണ്ണമാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓപ്പണായിട്ട് വരും. ഓപ്പണായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു OK വരും. ജസ്റ്റ് അത് OK അടിച്ചു വിടാം. വാണിങ്ങാണ്, OK അടിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട് അതൊക്കെ നമ്മൾ ടിക്കിടാം. ഇപ്പോൾ ഞാൻ ഇതിൽ നമുക്കിപ്പോൾ PHP ഉണ്ട്, MySQL ഉണ്ട്, Tomcat, ഫയൽസില. ഞാനിപ്പോൾ ഇതൊന്നും റിമൂവ് ചെയ്യുന്നില്ല, എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ടിക്ക് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്ക് ഏത് പാത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. ഇൻസ്റ്റാളേഷൻ ബെറ്റർ D ആക്കുന്നതാണ് ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ഇതിന് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ലോസ് ആവും. Cയിലാണെങ്കിൽ. അപ്പോൾ Dയിലാണെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർസ് അതിലുണ്ടാവും, നമ്മുടെ ഫയൽസ് മിസ്സാവില്ല. അതുകൊണ്ട് നമ്മൾ D കൊടുക്കണം എപ്പോഴും. ഇപ്പോൾ ഞാൻ C ആണ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ D ഡ്രൈവിൽ ഓൾറെഡി ഒരു എക്സാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ Cയിലേക്കാണ് അത് മാറ്റുന്നത്. നോർമലി നിങ്ങൾ ചെയ്യുമ്പോൾ Dയിലേക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ. നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ബ്രൗസറിൽ ഓപ്പൺ ആവും. അത് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഇതിപ്പോൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ എക്സാം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ D ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈ കമ്പ്യൂട്ടർ, ദിസ് PC, D ഡ്രൈവ്. ഇതിൽ എക്സാം തൊട്ട് നിങ്ങൾക്ക് ഒരു ഫോൾഡർ കാണാൻ പറ്റും. Dയിൽ എക്സാം. അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ കൺട്രോൾ പാനൽ കാണാൻ പറ്റും. ഇങ്ങനൊരു ഫയൽ കൺട്രോൾ പാനൽ .exe. അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൺട്രോൾ പാനൽ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് രണ്ട് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം, അപ്പാച്ചിയും MySQL. അപ്പോൾ അപ്പാച്ചിയെ സ്റ്റാർട്ട് ചെയ്യാം, MySQL സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് എററൊന്നും ഇല്ലാണ്ട് റണ്ണാവുമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രീൻ കളർ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ .NET ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. .NET ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോർട്ടിൻ്റെ എറർ വരാൻ ചാൻസ് ഉണ്ട്. അതിനുള്ളവർ ആ പോർട്ട് കൂടി മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വർക്കായി. ഇപ്പോൾ എനിക്ക് 2 വർക്കായിട്ടുണ്ട്. ഗ്രീൻ ആണെങ്കിൽ 2 വർക്കായി എന്നർത്ഥം. ഇനി നമ്മൾ ഇവിടെ HD docs ഒരു ഫോൾഡർ കാണാൻ പറ്റും. ആ സെയിം ഇതിൽ തന്നെ HD docs. ഈ HD docsൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മളുടെ വർക്കിൻ്റെ അല്ലാതെ ഓരോ പ്രൊജക്റ്റിനും ഓരോ ഫോൾഡറായിട്ട് നമ്മളിവിടെ സേവ് ചെയ്ത് വയ്ക്കും. ഇവിടെയാണ് നമ്മൾ അത് നമ്മുടെ ഫയൽസും സേവ് ചെയ്യേണ്ട സ്ഥലം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു എഡിറ്ററാണ്. എഡിറ്ററായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സബ്ലൈം ടെക്സ്റ്റ് ആണ്. സബ്ലൈം ടെക്സ്റ്റ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഇത് നമുക്ക് നോർമൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന മാതിരി അതും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സബ്ലൈം ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട്
ഞാനൊരു ഫോൾഡറിൽ അത് സേവ് ചെയ്യാൻ പോകണം. എക്സാമിൻ്റെ ഉള്ളിൽ നേരത്തെ കാണിച്ച മാതിരി ഇതൊക്കെ എൻ്റെ പഴയ ഫയൽസ് ക്ലോസ് ചെയ്യണം. ഫയലിൽ ന്യൂ എടുത്തു, ഒരു ബ്ലാങ്ക് ഫയൽ എടുത്തു. അതേമാതിരി തന്നെ ഫയലിൽ പോയിട്ട് സേവ് ക്ലിക്ക് ചെയ്തു. സേവ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ മുന്നത്തെ അതേ ലൊക്കേഷൻ അതായത് മൈ കമ്പ്യൂട്ടർ, ഡി ഡ്രൈവ്, എക്സാമ്പ്, HD.docs. ഇതിൻ്റെ ഉള്ളിലാണ് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി. ഞാൻ ന്യൂ പ്രോജക്റ്റ് എൻ്റെ ഫോൾഡർ ഉണ്ടാക്കി. ഈ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ സേവ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫയൽസിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് index.php എന്നാണ്. ഈ index.php എന്ന് കൊടുക്കാനുള്ള കാരണം ഇതാണ് ഡിഫോൾട്ട് ഫയൽ. നമ്മൾ ഈ ഫോൾഡർ റണ്ണായി കഴിഞ്ഞാൽ ഈ ഫയലായിരിക്കും റണ്ണാവുക. അത് ഞാൻ കാണിച്ചില്ല എങ്ങനെ റണ്ണാവുന്നുള്ളത്. ഇപ്പോൾ index.php എന്നതി സേവ് ചെയ്തു. ഇവിടെ ന്യൂ പ്രൊജക്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ചേഞ്ച് ചെയ്യാണ്. റീനെയിം കഴിച്ചിട്ട് റീനെയിം ന്യൂ പ്രൊജക്റ്റ് ഓക്കെ. അതിൻ്റെ ഉള്ളിൽ ന്യൂ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ index.php സേവ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു മാനുവലി ടൈപ്പ് ചെയ്യണം. മെനു ടൈപ്പ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഏതെങ്കിലും ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക ലോക്കൽ ഹോസ്റ്റ് / ഫോൾഡറിൻ്റെ പേര് ന്യൂ പ്രോജക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നമുക്കിവിടെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന എന്താണോ അത് ഇവിടെ വരും. ഇവിടെ നമുക്ക് നമ്മുടെ സബ്ലൈം ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്താലും അതിവിടെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ PHP പ്രോപ്പറായിട്ട് റൺ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്പ്ലേ വരുന്നത്. ഇനി നമ്മൾ PHPയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PHPയുടെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ PHPയിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുമ്പോഴും PHP ടാഗ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിന് സ്റ്റാർട്ടിംഗ് ടാഗും എൻഡിങ് ടാഗും ഉണ്ട്. PHP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് PHP വെച്ച് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. PHP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് PHPയിലെ സ്റ്റാർട്ടിംഗ് ടാഗും എൻഡിങ് ടാഗും ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിമ്പിൾ ?, PHP ഇതാണ് PHPയുടെ സ്റ്റാർട്ടിംഗ് ടാഗ്. എൻഡ് ചെയ്യേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്നത് ?, ഇത് ക്ലോസിംഗ് ടാഗ്. ഇതാണ് PHPയുടെ സ്റ്റാർട്ടിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും. ഇപ്പോൾ PHPയിൽ നമ്മൾ എന്ത് എഴുതുമ്പോഴും ഈ ടാഗിൻ്റെ ഉള്ളിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായി? ഇനി നമുക്ക് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ട് PHPയിൽ യൂസ് ചെയ്യുന്ന കമൻറ്റ് എക്കോ ആണ്. എക്കോ ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്യുക. അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യണം. അപ്പം ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്തു, ഹലോ വേൾഡ് ടൈപ്പ് ചെയ്തു, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ സെമികോളൻ വേണം. അതായത് സെമികോളൻ എന്താണെന്ന് വെച്ചാൽ ഈ സെമികോളൻ കാണുമ്പോഴാണ് കമ്പ്യൂട്ടർ മനസ്സിലാവുക ഈ ലൈൻ ഇവിടെ അവസാനിച്ചു എന്നുള്ളത്. ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണം. മനസ്സിലായാലും കമ്പ്യൂട്ടർ ലാംഗ്വേജ്. അപ്പോൾ ഈ സെമിക്കോളിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അതിൻ്റെ ഒരു മീനിങ് ഉണ്ടാവണം ലാംഗ്വേജിൽ. ഇപ്പോൾ എക്കോ എന്ന് വെച്ചാൽ അത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം അതാണ് നമ്മുടെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അതേമാതിരി ഈ ലൈൻ അവസാനിക്കുമ്പോൾ ഓരോ ലൈൻ അവസാനിക്കുമ്പോൾ സെമിക്കോളൻ ഇടണം. അപ്പോൾ ഈ സെമിക്കോളൻ കാണുമ്പോൾ കമ്പ്യൂട്ടർ മനസ്സിലാവും ഈ ലൈൻ അവസാനിച്ചു. അതേമാതിരി PHP ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ മനസ്സിലായി PHP ടാഗ് ഇവിടെ അവസാനിച്ചു. ഇങ്ങനെ നമ്മുടെ എന്ത് ടൈപ്പ് ചെയ്താലും ലാംഗ്വേജ് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അതൊക്കെ ഓരോ മീനിങ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഡോട്ട് ഇട്ടാലും അതിനൊരു മീനിങ് ആയിട്ടാണ് അത് കൂട്ടുക. അതിനും ഒരു മീനിങ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിത് എങ്ങനെ റണ്ണാവും നോക്കാം. ഇപ്പോൾ ഞാൻ ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി അത് സേവ് ചെയ്തു. ഞാനിവിടെ വന്നിട്ട് നമ്മളെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ജസ്റ്റ് റീഫ്രഷ് ചെയ്തു. കേട്ടോ, ഇപ്പോൾ ഇവിടെ ഹലോ വേൾഡ് എന്നുള്ള പ്രിൻറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്തുകൊണ്ടാണ് PHPനെ സർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പം നമ്മൾ ഈ ബ്രൗസറിൻ്റെ സോഴ്സ് ഫയൽ എടുക്കുക. റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ വ്യൂ സോഴ്സ് റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ വ്യൂ പേജ് സോഴ്സ്. ഈ വ്യൂ പേജ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഹലോ വേൾഡ് എന്ന് മാത്രമാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഞാൻ എഴുതിയ PHPയുടെ കമൻറ്റ് അവിടെ ഡിസ്പ്ലേ വന്നിട്ടില്ല. ഈ ടെക്സ്റ്റ് മാത്രം ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് PHPനെ സർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് PHPയിൽ എഴുതുന്ന ഒരു കോഡും ബ്രൗസറിൽ കാണാൻ പറ്റില്ല. അതായത് ആർക്കും അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ HTML ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ അതുപോലെ കാണാൻ പറ്റും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ HTML ഇവിടെ H1 എഴുതാണ്. H1 ഹെഡിങ് 1 HTML H1 എന്ന് വെച്ചാൽ ഹെഡിങ് 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹെഡിങ് 1
മൈ നെയിം ഹെഡിങ് 1 ഞാനിവിടെ ക്ലോസ് ചെയ്തു, /h എന്ന് വെച്ച് അത് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ സെയിം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വന്നിട്ടുണ്ടോ? മനസ്സിലായി. ഇനി ഞാൻ സെയിം തന്നെ ഇതിൻ്റെ വ്യൂ സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കേട്ടോ, h1 മൈ നെയിം, അതായത് ആ ടാഗ് അടക്കം അവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, ഫുൾ ടാഗ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML നിങ്ങൾ എന്തൊക്കെ എഴുതുന്നുണ്ട് അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ വരും. PHP എന്ത് എഴുതി കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ വരില്ല. അപ്പോൾ നമ്മൾ PHP-നെ സർവർ സൈഡ് സ്ക്രിപ്റ്റും HTML-നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഈ HTML എനിക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. HTML കോപ്പി ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ PHP എന്ന് പറയുന്ന ലാംഗ്വേജ് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ സർവർ സൈഡ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പോൾ നമ്മൾ നോക്കിയത് PHP-യുടെ ബേസിക് ആണ്. PHP-യുടെ ബേസിക് ലെവലാണ് നോക്കിയത്. ജസ്റ്റ് ഒരു നെയിം പ്രിൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താ സ്ട്രിങ് അത് പ്രിൻറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ കുറച്ചൊരു അഡ്വാൻസ് ലെവൽ നമ്മൾ അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ PHP-യുടെ എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാളേഷൻ പാത്തിൽ പോവാം. ഡിയിൽ എക്സാമ്പിൾ HDDOS പോവാം. ഇവിടെ നമുക്ക് HDDOS അല്ല, എക്സാമ്പിൾ പോവാം. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ എക്സാമ്പിൾ കൺട്രോൾ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പാച്ചിയും സ്റ്റോപ്പ് ചെയ്യാം, MySQL സ്റ്റോപ്പ് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് റൺ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ റൺ ആവില്ല, ഇത് എറർ വരും. ഇപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ ഇപ്പോൾ എറർ വരും, ദിസ് സൈറ്റ് കനോട്ട് ബി റീച്ച്മെൻറ്റ് എറർ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ എറർ വന്നതിൽ അർത്ഥം നമ്മൾ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഉണ്ടാക്കാം. അടുത്ത വീഡിയോ എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള ബേസിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.